സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന്. When I was thirsty, where were you? When I was naked, where were you? When I was sick, where were you? When I was in need, where were you? When I was hungry, reach worldwide, filled my heart. When I was thirsty, reach worldwide, quench my thirst. When I was naked, reach worldwide, covered my shame. When I was sick, reach worldwide, gave me smile. When I was in need, reach worldwide was there. We are here for anyone who need. Reach worldwide, raising all aspects of humanity. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന്.
സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന്. സോ ഇവിടെ വന്നപ്പോൾ തന്നെ അന്ന് ഇടാനുള്ള മുണ്ടും ഷർട്ടും ഒക്കെ സഭയിലെ ശുശ്രൂഷകനോട് എത്തിച്ചിട്ടുണ്ട് സാം ബ്രദർ. ഇറ്റ്സ് എ ജോയ് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടാനും. സോ നാട്ടിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇത് അനുബന്ധിച്ച് ലീവൊക്കെ കുറിച്ച് തിരിച്ചെത്തുന്നു. ഞങ്ങൾ ഇന്നിവിടെ ഉച്ചയ്ക്കെത്തി. എല്ലാ മഹത്വവും യേശുവിന്. യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം സന്തോഷമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ജോയ്. സോ ഹാഡ് എ വെരി ഗുഡ് റെസ്റ്റ് ഇൻ ദ ഡേ ടൈം. നല്ല റെസ്റ്റ് കിട്ടി. ആൻഡ് ഫ്രഷ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ഇന്നലെ ഞാൻ അവസാനിപ്പിച്ചത് 2 കൊരിന്ത്യർ 9 അധ്യായത്തിലാണ്. നൗ തുടങ്ങിയത് നമ്മൾ മത്തായി സുവിശേഷത്തിൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ് യേശു പറയുന്നത്, ഞാൻ എൻ്റെ സഭ പണിയും. ക്രിസ്തു എന്ന വെളിപ്പാട്. ക്രിസ്തു എന്ന വെളിപ്പാടിനാൽ സഭ പണിയപ്പെടുമ്പം ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ശക്തന്മാരാണ്. എന്നാൽ ദൈവം ചിലരെ അതിനെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ 5 ശുശ്രൂഷകരായി തിരഞ്ഞെടുത്ത് സഭയെ നയിക്കാനായി. എന്നാൽ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരു ഹൈറാർക്കി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വ്യക്തിപരമായി ഓരോരുത്തരും സഭയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. അവര് മഹത്വത്തിന്റെ പ്രത്യാശയായ അല്ലെങ്കിൽ മഹത്വം, ദൈവത്തിന്റെ മഹത്വം ക്രിസ്തുവിലായിരുന്നു. ആ ക്രിസ്തു നമ്മളിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ആ ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിലായിട്ടുള്ള ജീവിതം മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമാണ് ദൈവവചനം വായിക്കേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കേണ്ടത്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്ന സമയത്ത് എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന, കർത്താവെ, ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം അല്ല, ലീഡ് മീ ടു എ ഡീപ്പർ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വലിയ കരുണ, എന്നെക്കാളും വളരെ മുതിർന്ന ശുശ്രൂഷകരായിരിക്കുന്ന പലരും, വളരെ മുതിർന്ന 80 വയസ്സുകളിൽ ഇന്നായിരിക്കുന്നവർ, അവരുടെ അപ്രിസിയേഷൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. അവർ പറഞ്ഞു, ഇതുപോലെ സൺഷിപ്പിനെ കുറിച്ച് പ്രസംഗിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. മക്കളെങ്കിലും അവകാശികൾ എന്നുള്ള, അത് ഞാൻ പറയുന്ന ഒരു 20-22 വർഷം മുമ്പത്തെ സംഭവം. അതിന്റെ കാരണം പ്രത്യേകത നേരൊന്നുമല്ല, യേശു പറഞ്ഞ ഒരു വാക്കാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇന്ന് മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. പവർ വിഷൻ ചാനലിൽ ഇന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ ഇന്ത്യൻ ടൈം 9 മണിക്ക് നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. കൂടാതെ ഇന്ന് രാത്രി 9 മണി മുതൽ കോട്ടയത്തും എടപ്പള്ളി കൊച്ചിയിലും ഹോൾ നൈറ്റ് പ്രയറും ഉണ്ട്. ഇത് രണ്ടും അടുത്തുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ്. We are seeing something mighty and a great move of God. Now, എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭ സമയത്ത് എനിക്ക് ആഗ്രഹം കേട്ട് പ്രസംഗിക്കുകയല്ല, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തുന്ന കാര്യം
ധൈര്യത്തോടെ പറയണം. അപ്പം ധൈര്യത്തോടെ പറയണമെങ്കിൽ ദൈവം അതിനെ അറ്റസ്റ്റൂടെ ചെയ്യണം, അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളക്കരയിൽ ഉണ്ടായ വലിയ ഉണർവുകളുടെ ഒരു ഭാഗമാണ് IPC ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന സഭകൾ. അതുപോലെ തെളിയിക്കുന്ന നിലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആരംഭിച്ച സഭകൾ ഇവരെല്ലാം. അവര് വളരെയധികം സുവിശേഷത്തിന് വില കൊടുത്ത് വരുമോ. പക്ഷേ ഈ കാലക്രമേണ മിസ്യൂസ് ഓഫ് ദ ഗിഫ്റ്റ്സ് വരുമ്പോഴാണ് പലപ്പോഴും ആ ഗിഫ്റ്റ് ഉപയോഗിക്കേണ്ട എന്നൊക്കെ വരുമ്പം ആണ് ഈ ചർച്ച് ഒരു വെറും പ്രസംഗത്തിന്റെ കേന്ദ്രമായി അങ്ങ് മാറും. എല്ലാ മെസ്സേജിനും യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളാൽ അറ്റസ്റ്റ് ചെയ്യും. ഇപ്പം സൺഡേ ഞാൻ വലിയ പ്രതീക്ഷയോടെ ദുബായ് സഭയിൽ കർത്താവ് വചനം നൽകണം, 2 അതിനെ അറ്റസ്റ്റ് ചെയ്യണം. സോ ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എന്നെ പ്രേരിപ്പിച്ച 1-2 വചനമുണ്ട്. 1 യോഹന്നാൻ അതിൻ്റെ 2-ാമത്തെ അധ്യായം. ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഉത്സാഹിപ്പിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് 800 കോടി എത്താൻ പറ്റത്തില്ല. 800 കോടി എന്ന് പറയുന്ന ദർശനം കർത്താവ് തന്നത് ഒരു മുദ്രാവാക്യമല്ല. എനിക്കറിയാം 800 കോടി തൊടുന്ന ഒരു വലിയ ഉണർവ് കർത്താവ്, അതിന് ഒരു ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് എല്ലാവരും ഡെക്കിലുണ്ടായിരിക്കണം. റെയിൻഹാർഡ് ബോങ്കെ പറയുന്നത് പോലെ നമ്മൾ ഒരു ഉല്ലാസക്കപ്പലല്ല, രക്ഷാക്കപ്പല. സോ അവിടെ കുക്കുന്നില്ല, ക്യാപ്റ്റൻ ഇല്ല, എല്ലാവരും മുകളിൽ രക്ഷിക്കാനായി തയ്യാറായി നിൽക്കുന്നവരാണ്. സോ എൻ്റെ ആഗ്രഹം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശക്തന്മാരാന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തരണം. നിങ്ങളുടെ കയ്യാലെ വീര്യപ്രവർത്തികൾ നടക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ ഭവനങ്ങൾ സൗഖ്യത്തിന്റെ ഭവനങ്ങളായി മാറണം. എന്ന് പറയുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ അടുക്കൽ വന്ന് രോഗസൗഖ്യം പ്രാപിക്കണം, യേശുവിന്റെ രക്ഷ മനസ്സിലാകണം. ഇത് ചിലരെ ഭരമേൽപ്പിച്ചിരിക്കുകയല്ല, നാം എല്ലാവരും പ്രതിബിംബിക്കുന്ന കണ്ണാടികളായി മാറണം. 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം, അതിന്റെ 27-ാമത്തെ വാക്യം. 2 വാക്യമാണ് വളരെ പ്രസക്തമായി വായിച്ചേ. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ ഇത് എഴുതപ്പെടുന്ന കാലത്തിൽ തന്നെ യോഹന്നാൻ എഴുതുന്ന ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിന്റെ 1 യോഹന്നാന്റെ അടിസ്ഥാനം നിത്യജീവനാണ്. നിത്യജീവനെ കുറിച്ച് ABC എഴുതി വച്ചിരിക്കുന്ന ലേഖനമാണ് 1 യോഹന്നാൻ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1-ാം വാക്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ടതുമായ നിത്യജീവൻ, അത് 1-ാം അധ്യായം ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം. വായിച്ചിട്ട് നമുക്ക് ഇവിടെ വരാം. വായിച്ചു 1-ാമത്തെ വാക്യം മുതൽ. ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി നിത്യജീവനെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ലേഖനത്തിന്റെ ഉദ്ദേശം. ഇവർ കണ്ടതും തൊട്ടതുമായ നിത്യജീവനെ കുറിച്ച് പലപ്പോഴും ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. നിത്യജീവൻ എന്ന് പറയുന്നത് മരണാന്തരം പ്രാപിക്കുന്നത് അല്ല. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിന്റെ അകത്ത് ഉണ്ടായിരുന്ന ആ ജീവൻ ഇന്ന് നമ്മുടെ അകത്ത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉണ്ട്. അത് 1:5-11 വായിച്ചാൽ മനസ്സിലാവും. 1 യോഹന്നാൻ 5:11. 1 യോഹന്നാൻ 5:11.
ആ സാക്ഷ്യമോ ആ ദൈവം നമുക്ക് ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ള യേശുവിലുണ്ട് എന്നുള്ളതിനെ തന്നെ. അപ്പൊ യേശുവിന്റെ അകത്ത് വ്യാപരിച്ച അതേ നിത്യജീവൻ നമ്മുടെ അകത്ത് തന്നു എന്ന് പറഞ്ഞു വരുക. എന്നാൽ അതിന്റെ ഇടയിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു. എതിർ ക്രിസ്തു വരുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ താൻ അത് പറഞ്ഞെങ്കിൽ ഇന്ന് എത്രമാത്രം പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങളാണ് എതിർ ക്രിസ്തു, എതിർ ക്രിസ്തുക്കൾ. വായിച്ചേ. ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടു. ദിസ് ഇസ് ദ ലാസ്റ്റ് അവർ, നാഴിക, ദിസ് ഇസ് ദ ലാസ്റ്റ് അവർ എന്ന് അന്ന് എഴുതുമ്പം ഇത് ലാസ്റ്റ് അവറിന്റെ ലാസ്റ്റ് സെക്കൻഡിന്റെ ലാസ്റ്റ് സെക്കൻഡാന്ന് പറയാം, മൈക്രോ സെക്കൻഡ്. അതുപോലെ ലോകം മുഴുവൻ കുലുങ്ങിക്കൊണ്ടിരിക്കുക, അതുപോലെ അനിശ്ചിതത്വത്തിലേക്ക് ഭൂമി മുഴുവൻ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, വായിച്ചേ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അതിന്റെ തൊട്ട് മുകളിൽ ഇത് അന്ത്യനാഴികയാകുന്നല്ലോ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഏകവചനം വരുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്ന ബഹുവചനം ചെറിയ അക്ഷരം. എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. അപ്പം അന്ന് എഴുന്നേറ്റു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വരുന്നു, അന്ന് എഴുന്നേറ്റു. ഇവരാരാണെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. വായിച്ചു. എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. അവർ നമ്മുടെ ഇടയിൽ നിന്ന് എന്ന് പറയുന്നത് ശിഷ്യന്മാരിൽ ഒരു കൂട്ടർ തന്നെയായിരുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമ്മൾക്കുള്ളവരായിരുന്നില്ല. ചിലരൊക്കെ നമ്മളെ വിട്ടു പോകുമ്പം നമുക്ക് സഭയുടെ കർത്താവ് യേശുവ. എതിർ ക്രിസ്തുക്കൾക്ക് വെളിച്ചമുള്ളിടത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ കണ്ടത്. ഗ്ലോറി വർദ്ധിച്ചു വരുംതോറും ഇരുട്ടിന് നിൽക്കാൻ പറ്റത്തില്ല. ഈ എതിർ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞത് എന്താ? അവർ ഞങ്ങളുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടവർ. അവിടെ നിർത്തിക്കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പം ഇവരാരായിരുന്നെന്നും ഇവർ പറഞ്ഞ ഉപദേശം എന്താണെന്നും അവിടെ മനസ്സിലാക്കാൻ പറ്റും. നോ, ക്രിസ്തു എന്ന് പറയുന്നത് കംപ്ലീറ്റ് സാൽവേഷൻ ഓൺ ദ ക്രോസ് എന്നാണ്. മശിഹ എന്ന് പറയുന്ന രക്ഷകൻ, ആ രക്ഷയുടെ പൂർത്തീകരണം ക്രൂശിലാണ്. പിന്നീട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനും നമ്മൾ കാരണക്കാരനല്ല. അപ്പോൾ കംപ്ലീറ്റ് സാൽവേഷനാണ് ക്രൈസ്റ്റ്. ആ ക്രൂശിലൂടെ അല്ലാതെ വേറെ രക്ഷാ മാർഗം ഇല്ല. പണ്ടൊരു മുതിർന്ന വ്യക്തി എന്നോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം വേറെ മാർഗം ഇല്ലെന്ന്? വേറെ മാർഗമില്ല. കാരണം അതിനെ അറ്റസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ വചനത്തിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മൾ ഇന്നും നമ്മുടെ പാപത്തിലിരിക്കുന്നു. പാപത്തിന്റെ മോചനമാണ് മനസാക്ഷിക്കകത്ത് രക്ഷയുടെ സന്തോഷം തരുന്നത്. പാപത്തിന്റെ കറകൾ മുഴുവൻ മായിച്ചു കളയും. പണ്ട് സാധു സുന്ദർ സിംഗ് യേശുവുമായിട്ടുള്ള ഒരു ഡയലോഗിന്റെ ഇടയിൽ ചോദിച്ചു, ഈ കറുത്തിരിക്കുന്ന കറ പുരണ്ട മനസാക്ഷി എങ്ങനെ വെളുക്കും, അല്ലെങ്കിൽ എങ്ങനെ നന്നാകും? യേശു സാധു സുന്ദർ സിംഗിനോട് മറുപടി പറഞ്ഞത്, സാധു എന്ന് പറയുന്ന സന്യാസി എന്ന അർത്ഥം. സുന്ദർ സിംഗിന്റെ മറുപടിക്ക് യേശു എല്ലാ ദിവസവും തന്നെ സാധു സുന്ദർ സിംഗുമായിട്ട് ഡയലോഗ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നമ്മുടെ കൽക്കരി അല്ലെങ്കിൽ ചാർക്കോൾ അതിനെ എത്ര ഡിറ്റർജന്റ് ഇട്ട് കഴുകിയാലും നിറം മാറത്തില്ല. യേശു സുന്ദർ സിംഗിന് പറഞ്ഞു കൊടുക്കും, ഒരു കൽക്കരി എടുത്താൽ
അതിനെ എത്ര നല്ല വെള്ളത്തിൽ കഴുകിയാലും എത്ര ഡിറ്റർജന്റ് ഉപയോഗിച്ചാലും അതിന്റെ നിറം മാറത്തില്ല. എന്നാൽ അത് അഗ്നി അതിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിറം കറുപ്പിൽ നിന്നും ഇറ്റ് വിൽ ബിക്കം റെഡ് ഹോട്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഒരാളിൽ വരുമ്പോൾ ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരം. കടർത്തിരിക്കുന്ന ദുഷ്ടനായിരിക്കുന്ന ഒരു മനുഷ്യൻ കർത്താവ് യേശുവിന് വേണ്ടി കത്തിജ്വലിക്കുന്നവനായി തീരും. വാട്ട് എ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ. നൗ ഇവിടെ എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുമ്പം നമ്മളിൽ നിന്ന് പുറപ്പെട്ടെന്നുകൂടെ എടുത്ത് പറയുമ്പം അതിന്റെ അർത്ഥം നമ്മളത് ശോധന ചെയ്യണം. എന്താണ്? 15 വായിച്ചേ. 15 ഒന്നാമത്തെ വാക്യം. യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് യഹൂദിയയിൽ നിന്നും ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ മോശ അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരം പരിച്ഛേദനയും കൂടെ ഏൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരുടെ അല്പമില്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് അതായത് വിശ്വാസത്താലല്ല നീതീകരണം. വിശ്വസിച്ച് മോശ പറഞ്ഞ പരിച്ഛേദനയും കൂടെ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും രക്ഷ കിട്ടത്തില്ല. അതാണ് എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നത്. എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നത് someone who believes that the cross is not enough. ക്രൂശിന്റെ കൂടെ ഞാനും ചിലതൊക്കെ ചെയ്യണം, പ്രവൃത്തി ചെയ്യണം, പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന് പറയുന്നതാണ് എതിർ ക്രിസ്തുക്കൾ. ആന്റി ക്രൈസ്റ്റ് വേറെയാണ്, ആന്റി ക്രൈസ്റ്റ്സ് വേറെ, രണ്ടും രണ്ടാം. സോ മടങ്ങിപ്പോകാം. നിത്യജീവനെ കുറിച്ച് പറഞ്ഞിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം 18 പറയാണ് എതിർ ക്രിസ്തുക്കൾ ഇപ്പോഴേ ഉണ്ട്. അവർ പറഞ്ഞതാണ് നിങ്ങൾ രക്ഷിക്കപ്പെടണമെങ്കിൽ മോശ പറഞ്ഞിരിക്കുന്ന കൽപ്പനയും കൂടെ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. വായിച്ചു. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് അവര് പുറപ്പെട്ട് പോയത്. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മുടെ കൂടെ പാർക്കുമായിരുന്നു. അപ്പം ചിലരെ ചില ഘട്ടത്തിൽ ദൈവം മാറ്റുമ്പം നമ്മൾ ഓർക്കും, നമ്മൾ മനപ്രയാസപ്പെടും. പക്ഷേ സഭ, ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ നാഥന്റെ ശബ്ദം ഓർത്താൽ മതി. ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന, ദൈവമായിരിക്കുന്ന യേശുവിനറിയാം ഈ ചലനം നടക്കുമ്പം ആരൊക്കെ ഏതൊക്കെ ഘട്ടത്തിൽ വേണം ചിലതിനെയൊക്കെ മാറ്റണം. ഹി ഈസ് ദ ലോർഡ് ഓഫ് ഹെവൻലി ഫീസ്റ്റ് ചർച്ച്. നമുക്ക് മാനുഷികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അറ്റ് ദി എൻഡ് ഹീസ് ലോർഡ്. യേശു കർത്താവ്. വായിച്ചു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. ഇവിടെ ഈ വചനവും 27-ാമത്തെ വചനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു സകലതും നിങ്ങൾ അറിയുന്നു. ഞാൻ ഇത് ഒന്നുകൂടെ എടുത്തു പറയാം. ചിലരൊക്കെ സഭയിൽ നിന്ന് വഴക്കുണ്ടാക്കിയും നുണ പറഞ്ഞും ഒക്കെ ഇറങ്ങിപ്പോകുമ്പോൾ അതിന്റെ പുറയിൽ പോകരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ 2 വർഷം മുമ്പേ, 3 വർഷമാകാൻ പോകുന്നു. ആ സമയത്ത് ഒത്തിരി വലിയ മാനസികമായി എന്ന് പറഞ്ഞാൽ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ഞാൻ തന്നെ കയ്യിൽ ബൈബിൾ ഏൽപ്പിച്ചവർ. എനിക്ക് ഭാരമൊന്നുമില്ല, വാസ്തവത്തിൽ ഭാരമില്ല. ചില സമയത്ത് ചിലത് ഓർക്കും. അപ്പം ഇന്നലെ തോമസ് ബ്രദറായിട്ടും ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഭാരവുമില്ല. പക്ഷേ കയ്യിൽ ബൈബിൾ പിടിപ്പിച്ച ആൾ മരിക്കണം എന്ന് ആഗ്രഹിച്ച അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട
സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു എത്രയോ വണ്ടി ഇടിക്കുന്നുണ്ട്, ഈയൊക്കെ തന്നെ വണ്ടി ഇടിക്കാതെ. അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു മനപ്രയാസമുണ്ട്. പക്ഷെ അവർ പോകേണ്ടിയവർ തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് സിൻഡി ജേക്കബ്സ് എന്ന് പറയുന്ന ഒരു ശക്തമായി പ്രോഫറ്റിക്കൽ മൂവ് ചെയ്യുന്ന സഹോദരി എന്നെ ജെറൂസലേമിൽ കണ്ട ഉടനെ ഞാനും അനിയും കൂടെ നിൽക്കുമ്പോൾ, ഞങ്ങൾ എൽഡേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു. അവരിങ്ങോട്ട് വന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പേരെടുത്ത് ഇന്ന ആൾക്കാർ പോവും, അവരുടെ പുറകെ പോകരുത് എന്ന് അവർ പറയാനിടയായി തീർന്നു. ഇറ്റ് ഈസ് സോ ഓരോ ഘട്ടത്തില് അപ്പം ഈ ചാടി പോകുന്നവരെ ഉൾക്കൊള്ളുന്നവരുണ്ട് ചിലർ. അവര് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ്. കാര്യം കറക്ഷൻ, ദൈവരാജ്യത്തിലെ കറക്ഷന് വേണ്ടി വിധേയപ്പെടാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് കർത്താവിന്റെ ശരീരത്തെ ഇനി മുറിച്ചോളാൻ. എന്നാൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു മുഖാന്തരം, അബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തു മുഖാന്തരം എന്റെയും എന്റെ കുടുംബത്തിന്റെ മേലുണ്ട്. അത് ക്രിസ്തുവിലായതുകൊണ്ടുള്ള പ്രാഗൽഭ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ പ്രാഗൽഭ്യമല്ല. അബ്രഹാമിന്റെ അനുഗ്രഹം മാത്രമല്ല, വാഗ്ദത്തങ്ങൾ ക്രിസ്തു മുഖാന്തരം എന്റെയും എൻ്റെ കുടുംബത്തിന്റെ മേലും നിലനിൽക്കുന്നു. കൂടാതെ പ്രാർത്ഥിക്കാനായിട്ട് 1-2 പേരല്ല, ലക്ഷങ്ങൾ ലോകമെമ്പാടും എഴുന്നേറ്റ് അവർ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളിലുള്ള അഭിഷേകം വായിച്ചു. നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. സകലതും അറിയിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെയും എന്റെയും അകത്തുണ്ട്. സകലതും അറിയിക്കുന്നു. ഞാൻ ഇവിടെ ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കാം. നമ്മുടെ എം.എ. വർഗീസ് ഫാസ്റ്റർ പറഞ്ഞ പോലെ ഞാനൊന്ന് തൊട്ടേച്ച് പോയിക്കോട്ടെ. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുമ്പോൾ സ്വപ്നങ്ങളിലായിരിക്കും, ദർശനങ്ങളിലായിരിക്കും, നമ്മളെ ഓർമ്മിപ്പിക്കുമ്പം അതെന്തിനാന്ന് ചോദിച്ചാൽ അതിന് ഒഴിവുള്ളത് കൊണ്ടാണ്. അത് യേശുവിന്റെ നാമത്തിൽ നടക്കത്തില്ല എന്ന് നിങ്ങൾ ആ സ്വപ്നത്തെയോ ആ ദർശനത്തെയോ അതിനെ മാറ്റി വെക്കാവുന്നതാണ്. എന്തിനാ ഒരു കാര്യം കാണിക്കുന്നത്? അത് നിങ്ങൾ പ്രസ്താവിക്കാനായിട്ടല്ല. ഒരു കാര്യം അത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളെക്കുറിച്ചോ നിങ്ങളെ നടത്തുന്ന ദൈവദാസനെ കുറിച്ചോ സഭയിലുള്ളവരെ കുറിച്ചോ ഒരു സ്വപ്നമോ ദർശനമോ കിട്ടിയാൽ അവരോട് പോലും പറയരുത്. നിങ്ങളെ കാണിച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ച് അത് ഒഴിവാകാനാണ്. അതിന്റെ കാരണം, ഒരു വിശുദ്ധൻ, ഒരു വിശ്വാസി, ക്രിസ്തുയേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു വിശ്വാസി എന്ന് പറയുന്നത് യേശുവിന് വളരെ വിലപ്പെട്ടതാണ്, ജ്യോതിസുകളായി ഇവിടെ വിളങ്ങാനായിട്ട്. സോ അതിന്റെ അധികാരം നിങ്ങൾക്കും എനിക്കും കർത്താവ് തന്നിരിക്കുക, എല്ലാ വിശ്വാസികളുടെ അകത്തും. അപ്പം അവിടെ എഴുതിയിരിക്കുക, നിങ്ങളിലുള്ള അഭിഷേകം, വായിച്ചേ, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും നിങ്ങൾ അറിയുന്നു. അപ്പൊ സകലവും നിങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പം ഞാൻ പറയാം, ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? എവിടെയും അപ്ലൈ ചെയ്യാം. ചെറിയ കാര്യങ്ങൾ മുതൽ ഏത് കാര്യത്തിനും ദിസ് ഈസ് ആപ്ലിക്കബിൾ എന്ന് പറയുമ്പം, സാധാരണ നമ്മൾ കണ്ണാടി വെച്ചോണ്ട് കണ്ണാടി തപ്പും. ചിലപ്പോൾ കണ്ണാടി ഇങ്ങനെ വെച്ചോണ്ട് കണ്ണാടി എവിടെ പോയി എന്ന് തപ്പുന്ന മുതൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ മറന്നുപോകും. അവിടെയൊക്കെ നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ചേ. ചിലര് പരിശുദ്ധാത്മാവിന് ആത്മീയമായ മാത്രം കാര്യം അല്ല, ഈസ് എ ഹെൽപ്പർ. പരിശുദ്ധാത്മാവ് ഒരു ഹെൽപ്പറാണ്. വചനത്തിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, ഏത് മേഖലകളിലും നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള സഹായം, അനീതിക്ക് കൂട്ടു നിൽക്കത്തില്ല, നീതിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ സഹായം വേണോ
അത് പരിശുദ്ധാത്മാവ് ഒരുക്കി തരും. അതിനാണ് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാര് യേശു എല്ലാ ഉപമകളായിട്ടാണ് സംസാരിച്ചു. പക്ഷെ അവര് തിരിച്ചുപോയി യേശുവിനോട് അതിന്റെ പൊരുൾ ചോദിച്ചു. യേശു അതാ പറഞ്ഞു, ഞാൻ പോയതിന് ശേഷം ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നേക്കും വസിക്കേണ്ടതിന് ഞാൻ അയക്കും. 1-2 ദിവസത്തേക്കല്ല. ഈ വചനം പറഞ്ഞിട്ടാണ് താഴെ അവസാനം 25-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. ഈ വാക്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നത്. വായിച്ചേ. ആൻഡ് ദി അനോയിന്റിങ് യു ഹാവ് റിസീവ്ഡ്. ഇതാവുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. നിത്യജീവനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ 1 യോഹന്നാൻ 2:5 27 അല്ലോട്ടിലാണ് വരുന്നത്. 26 ഇപ്പൊ വായിക്കുന്നത്. 24 വായിക്കണം. വായിച്ചു. നിങ്ങൾ ആദ്യം മുതൽ 24 നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ നിങ്ങൾ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിനും വസിക്കും. നിങ്ങൾ പിതാവിനും പുത്രനിലും വസിക്കും. ഇതാവുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. ഇതാണ് നമുക്ക് തന്ന വാഗ്ദത്തം. എന്നിട്ട് പറയാണ്, നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇത് ഞാൻ ആദ്യമേ എഴുതിയിരിക്കുന്നത് നിങ്ങളെ തെറ്റിക്കുന്നവർ അന്നേ ഉണ്ട്. ഓർത്ത് നോക്കിക്കേ. ഇത് കാരണത്താല ഈ അപ്പോസ്തല പ്രവൃത്തിയിലും പൗലോസ് പറയുന്നത്, ഞാൻ പോയതിനു ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത, തന്റെ പിന്നാലെ കൊണ്ടുപോകാൻ നോക്കുന്ന കൊടിയ ചെന്നായി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം യേശു പറഞ്ഞ വാക്ക് കുറുക്കനോട് പോയി പറഞ്ഞാല്, പൗലോസ് വീണ്ടും ഫിലിപ്പിയ ലേഖനത്തിൽ പറയാണ്, ബിവെയർ ഓഫ് ഡോഗ്സ്, ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിക്കുക. ഇത് അന്നത്തെ ആദ്യ നൂറ്റാണ്ട് സഭ മുതലേ സഭയ്ക്കകത്ത് പിശാചിന് ഏറ്റവും ഭയമാണ് മഹത്വത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സഭ, ക്രിസ്തുവിന്റെ വെളിപ്പാടുള്ള സഭ. സ്വർഗീയ സഭയിൽ ചിലരൊക്കെ ഇങ്ങനെ ചില സമയത്ത് അവർക്ക് മനപ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മാത്രം എന്നാ, ബാക്കി ആരെക്കുറിച്ചും ആരും ഒന്നും പറയുന്നില്ല. അതിന്റെ കാരണം നമ്മളെ ഡീമോറലൈസ് ചെയ്യണം, നമ്മൾ നിരാശപ്പെടണം, എന്നിട്ട് ഇനി എന്തും വേണ്ട എന്ന് പറയണം. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ മുമ്പോട്ട് നമ്മൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും തോറും ആ ബൗണ്ടറിക്ക് ഉള്ള ദേശാധിപതികൾ അതിനെ ഹിൻഡർ ചെയ്യാൻ നോക്കും, ജയിക്കത്തില്ല. ഓരോ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ ചോയ്സാ. കോട്ടയത്ത് മാത്രം പെൻഷൻ ഭവനിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ല. പക്ഷെ ആ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ 800 കോടി എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല ഈ പറയുന്നത്. 800 കോടി എന്ന് പറയുന്നത് എന്നാ പറയുന്നത്, ഒരു സ്വപ്നം കണ്ടതോ ദർശനം കണ്ടതോ ഒന്നുമല്ല. അകത്തുനിന്ന് ഇറ്റ് ഈസ് വെരി ക്ലിയർ, റീച്ച് ഔട്ട്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അന്ത്യത്തോളം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അന്ത്യം വരും, രാജ്യത്തിന്റെ സുവിശേഷം. ആൻഡ് ഐ ആം വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനാ. പോകുന്നിടത്തെല്ലാം രാജ്യത്തിന്റെ സുവിശേഷം പറയുന്നത് കൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം തന്നെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം തന്നെ പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പലയിടത്തുനിന്നും പല സഭകളിൽ നിന്നും എഴുന്നേൽക്കുന്നു. വീര്യപ്രവൃത്തികളാൽ അവർ പറയുന്ന വാക്കുകൾ എസ്റ്റാബ്ലിഷ്ഡ് ആകണം. അത് കാണുമ്പം വളരെയധികം സന്തോഷം. അപ്പം അവിടെ ഇത് പറഞ്ഞ ശേഷം താഴോട്ട് പറയാണ്, വായിച്ചു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഒന്ന്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാണാൻ പോകുന്നവരും പറയണം,
യേശുക്രിസ്തുവിൽ എന്ന് പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറയാമോ? യേശുക്രിസ്തുവിൽ നിന്നും പ്രാപിച്ച അഭിഷേകം എന്നിൽ വസിക്കുന്നുണ്ട്. നിങ്ങളിൽ അഭിഷേകമുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും വേണ്ട. ആ യേശുവിന്റെ നിറവിൽ നിന്നാണ് നിങ്ങളും ഞാനും അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത്. ഈ ഒരു വാക്യമാണ്, ഈ ഒരു വചനമാണ് എൻ്റെ ബൈബിൾ സ്റ്റഡിയുടെ ആധാരം. വായിച്ചു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കും. ആകയാൽ അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പേ. അവൻ പരിശുദ്ധാത്മാവ് എപ്പോഴും തരുന്ന ഉപദേശം എന്തായിരിക്കും? ക്രിസ്തു യേശുവിൽ വസിക്കണം. മാത്രമല്ല, ഈ ടീച്ചിങ് മുഴുവൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അവൻ എന്നിൽ നിന്നും എടുത്ത് എൻ്റെ നാമം മഹത്വപ്പെടും. ഒരു ശുശ്രൂഷ എപ്പോഴും നിങ്ങൾ ശക്തന്മാരാണെന്നുള്ള ഡയറക്ഷന്, നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ അകത്ത് ഒരു സ്പെഷ്യൽ ട്യൂഷൻ മാസ്റ്റർ ഇരിപ്പുണ്ട്. ഏത് AI ടെക്നോളജിയെക്കാളും പവർഫുൾ ഒരാളകത്തിരിപ്പുണ്ട്. ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. ഈ വചനം എഴുതിയ ആളാണ്, ഇൻസ്പയർഡ് ആണ്. ഈ വചനം ഹോളി സ്പിരിറ്റ് ഇൻസ്പയർഡ് ആണ്. അത് മനുഷ്യർ എഴുതി പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്തു. ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്, ഒന്നുകൂടെ വായിച്ചേ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്. വായിച്ചു 27. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ഇവിടെ ഒരു ചെറിയൊരു വാർണിംഗ് കൂടി ഞാൻ തരാം. വാർണിംഗ് ആണ്. ആരും നിങ്ങളെ ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പം നമ്മളെ തിരുത്താൻ ആൾക്കാർ വേണം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ദർശനത്തിൽ അങ്ങ് പ്രവേശിച്ചു പോകും. പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്നാണ് സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുക. കർത്താവ് എന്നോട് പറഞ്ഞു, പിന്നെ ആർക്കൊന്നും പറയാനില്ലല്ലോ. അതാണ് ഈ ഒരു അൺടീച്ചബിൾ അല്ലെങ്കിൽ കറക്റ്റബിൾ ഒരു സിംഗിൾ ലീഡർഷിപ്പിന്റെ പ്രോബ്ലം എപ്പോഴും വരുന്ന ഒരു പ്രോബ്ലം. ഇപ്പൊ എനിക്കൊരു വലിയൊരു അനുഗ്രഹം തോമസ് കുട്ടി ബ്രദറാണ്. ഞാൻ തിയോളജിക്കലി തെറ്റാണെങ്കിൽ എന്നെ തിരുത്താൻ ഒരാളുണ്ട്. തിരുത്തപ്പെടാൻ ഞാൻ വിധേയപ്പെടുന്നു. ഇപ്പം ഹെവൻലി ഫീസ്റ്റ് മുമ്പിൽ നിൽക്കുന്ന ഞാൻ പറയുന്നതെല്ലാം കറക്റ്റാ എന്ന് പറഞ്ഞാൽ ആരും വന്ന് എന്നെ തിരുത്തത്തില്ല. ഞാൻ ആ തെറ്റിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ദൈവം പറഞ്ഞതാന്ന് നമ്മൾ തോന്നും. അപ്പം സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു അപകടമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ വിപരീതമാണ്. അവിടെ തന്നെ നിർത്തിക്കൊണ്ട് കൊലോസ്യർ 2:18 ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ലോകത്തിലെ ഒരു ഉണർവിലും 2 പേര് ഒന്നിച്ച് നിൽക്കുന്ന ഉണർവുകൾ എന്ന് പറയുന്നത് ഇല്ല. 2 പേര് ഒരേ ഭാഷ പറയുന്ന. ഞങ്ങൾ ഇന്നലെ രാത്രി, എനിക്ക് രാവിലെ പോരണമായിരുന്നു, പക്ഷെ തോമസ് കുട്ടി ബ്രദർ വന്നു. ഞങ്ങൾ മണിക്കൂറോളം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ആ വർത്താനത്തിനകത്ത് എനിക്ക് വേണ്ടി തിരുത്തലുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും, ഞാനിപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സാധു സുന്ദർ സിംഗിന്റെ ഒത്തിരി അനുഭവം വായിക്കാനും അദ്ദേഹം എഴുതിയ ചില ബുക്ക് കേൾക്കാനും ഒക്കെ ഇടയായിത്തീരുന്നു. അപ്പോൾ തന്നെ നീന സഹോദരിക്കും സാധു സുന്ദർ സിംഗിന്റെ ഒത്തിരി കാര്യങ്ങൾ വായിക്കാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പരസ്പരം ഉത്സാഹിപ്പിക്കാനൊക്കെ സാധിച്ചു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:18 ചിലത് പറയുന്നുണ്ട്. വായിച്ചേ. മായ താഴ്മയിലും
ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കും. ദൂതന്മാര് സേവാത്മാക്കളാണ്, അവരെ ആരാധിക്കാൻ പാടില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒന്നേ ഉള്ളൂ, സർവശക്തനായ പിതാവാം ദൈവം. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പോലും യോഹന്നാൻ ഇതെല്ലാം കാണിച്ച ദൂതനെ നമസ്കരിച്ചപ്പോൾ ദൂതൻ ഞെട്ടിക്കൊണ്ട പറഞ്ഞ്, അരുത്, ഞാൻ നിന്നെ പോലെ തന്നെ ഒരു സഹോദരനാണ്, ദൈവത്തെ ആരാധിപ്പിക്കും. അപ്പം സ്വന്തം ദർശനത്തിൽ പ്രവേശിച്ച് ദൂതന്മാരെ ആരാധിക്കുന്ന ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡം മനസ്സിനാൽ വെറുതെ ചീർക്കുകയും. ഞാൻ ഈ ബുധനാഴ്ച ദിവസം എഫീഷ്യർക്ക് ഇത് ലേഖനം പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ പഠിച്ച് ചീർക്കല്ല്. ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയത് സൗമ്യതയാണ്. വായിച്ചു. ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ യേശുവുമായിട്ടുള്ള കൂട്ടായ്മയല്ല, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ഇപ്പൊ ഞാനൊരു ആശയം പറഞ്ഞാൽ പോലും അത് ബൈബിളിനകത്തുള്ളതാണോ എന്ന് അതുപോലെ തന്നെ നോക്കണം. ആര് പറഞ്ഞാലും അങ്ങേരത് പറഞ്ഞാൽ അതുകൊണ്ട് കീജയ് അല്ല. അപ്പം നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. അപ്പം പഠിപ്പിക്കുന്നത് സത്യം തന്നെയാണ്. പക്ഷെ അത് എപ്പോഴും ഒരു കൗൺസിലൂടെ വേണം നിങ്ങൾക്ക്. ഇത് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയാണ് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത്. അതിനകത്ത് എന്തെങ്കിലും തിയോളജിക്കലി റോങ് ആണോ ഇല്ലയോ എന്ന് നമ്മളെ തിരുത്താൻ പറ്റിയവർ കാണണം. പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. ഇപ്പം തന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കുന്ന പല കാര്യങ്ങളും പിന്നീട് ലേഖനങ്ങളിൽ അത് കാണുന്നില്ല. അതിന്റെ കാരണം അവര് കുറച്ചുകൂടെ ക്രൈസ്റ്റിൽ മച്ചുവറായപ്പം അന്ന് അവർ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് ലേഖനങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് ലേഖനങ്ങൾ എന്ന് പറയുന്നത് അപ്പോസ്തോലികമായ ഡോക്ട്രിൻസ്, അതിന്റെ മേൽ വേണം സഭ നിൽക്കാൻ. പഴയ നിയമത്തിൽ നിന്ന് എടുക്കരുതെന്നല്ല, പഴയ നിയമത്തിൽ അഥവാ യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ മുൻപേ എങ്ങനെയാണോ അത് ക്രിസ്തു തന്നെയാണെന്ന് തെളിയിക്കാൻ അപ്പോസ്തോലന്മാരെടുത്തത്, അതുപോലെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോസ്തോലികവും ശ്ലൈഹികവുമായ അപ്പോസ്റ്റൽസും സ്ലീഹന്മാരും രക്തസാക്ഷികളായിരിക്കും ശിഷ്യന്മാര്. വിറ്റ്നസ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് പൗലോസും ബർണബാസും പ്രാണത്യാഗം ചെയ്തവർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ 2 മിനിറ്റ് മെസ്സേജ് പറഞ്ഞായിരുന്നു. ഭീരുക്കൾക്കുള്ളതല്ല എന്ന് പറയുന്നത്, യേശുവിൽ ഒരാൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ദർ ഇസ് നോ ടേണിംഗ് ബാക്ക്. തിരിഞ്ഞു നോക്കുന്ന ഇടപാടില്ല, മുന്നോട്ട് തന്നെയാണ് യാത്ര. ഭയമില്ല, കാരണം പ്രാണത്യാഗം ചെയ്തവർ. സോ നിങ്ങളിലുള്ള അഭിഷേകം 1 യോഹന്നാൻ 2 അതിന്റെ 27 നിങ്ങളിലുള്ള. അപ്പോൾ സ്വന്തം ദർശനത്താൽ നമ്മൾ പ്രവേശിക്കരുത്. വായിച്ചു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല, തിരുത്താൻ ആവശ്യം വേണം. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയാലും അത് ബോഷ്കല്ല സത്യമാണെന്ന് തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പേ. അപ്പം പരിശുദ്ധാത്മാവ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന എവിടെയായിരിക്കും? യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കാനായിട്ടായിരിക്കും പ്രേരിപ്പിക്കുന്നത്. എല്ലാം ടീച്ചിങ് അതുമായിരിക്കും. നോ, നമ്മൾ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വചനം ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചത്, ഒരു കർഷകന് അല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ചാക്ക് നെല്ല് കൊടുത്താൽ തൻ്റെ മനസ്സിനകത്ത് അതെങ്ങനെ അരിയാക്കി ഭക്ഷണം കഴിക്കാവുന്ന. എന്നാൽ ഒരു കർഷകന് അതേ ഒരു ചാക്ക് നെല്ല് കൊടുത്താൽ താന് ആദ്യമേ അതിനകത്തുനിന്ന് വിതയ്ക്കാൻ വിത്ത് മാറ്റി വെക്കും. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ വായിച്ചേ, 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 8
സാമ്പത്തികമായ ഉയർച്ച ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾ സകലത്തിലും എപ്പോഴും, വല്ലപ്പോഴും അല്ല, എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്ന് പറയുന്ന വാഗ്ദത്തം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തം പറയുന്ന മുമ്പേ ദൈവം ഒരു കാര്യം പറയും. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട് വാഗ്ദത്തം പറയും. വാഗ്ദത്തം പറഞ്ഞിട്ട് അതിന്റെ അഡീഷണൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ പറയും. താഴോട്ട് വായിച്ചു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും തരുന്നവൻ നിങ്ങളുടെ വിത നൽകി പൊലിപ്പിക്കട്ടെ. നിങ്ങളുടെ വിത നൽകി. അപ്പം ഭക്ഷിച്ചതല്ല പൊലിക്കുന്നത്, വിതയ്ക്കുന്നതാണ് പൊലിക്കുന്നത്, അല്ലെ? വിത്ത്. അവൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. കർഷകന്റെ കയ്യില് ഒരു ചാക്ക് വിത്ത് കൊടുത്താൽ തന്റെ മനസ്സിലൂടെ ഇത് കുത്തിച്ചങ്ങ് തിന്നേക്കാവുന്നല്ല, അത് മാറ്റിവെച്ച് താന് അതിനകത്തുനിന്ന് വിതയ്ക്കാനുള്ള വിത്ത് ആദ്യമേ മാറ്റിവെക്കും. Now, how do we calculate it? ഗ്രോസ് ആയിട്ടുള്ള ഒരു ഈ നമുക്ക് കിട്ടുന്നതിനകത്തുനിന്ന് വിതയ്ക്കാനുള്ളത് മാറ്റിവെക്കണം. നോ, എങ്ങനെ വിതയ്ക്കണം? എന്താണ് വിതയുടെ താക്കോൽ? ഞാൻ അങ്ങോട്ട് വരുക. 2 കൊരിന്ത്യർ 9-ാം അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചു. അതിന്റെ 10 വായിക്കുന്നത്. വായിച്ചു. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നീതിയുടെ വിളവെന്ന് പറയുന്നത് എന്താ? നീതിയുടെ വിളവ് എന്ന് പറയുന്ന ആ പദം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിക്കാവോ? ടൈം കൂടെ നോക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമായി ഇംഗ്ലീഷിൽ അതിന്റെ 10 അല്ലെങ്കിൽ 12 ആയിരിക്കും, അല്ലെ? 12 സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന്. 11 വായിച്ചേ. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞു. നീതിയുടെ ഫലം എന്താന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നീതിയുടെ ഫലം എന്തൊക്കെയാ? വായിച്ചേ. നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത്. അല്ല, ഒരൊറ്റ മിനിറ്റ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാത്ത് സൗമ്യത എന്നൊക്കെ പറയുന്ന അതെവിടെയാ? 10 വായിച്ചു. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും നീതിയുടെ ഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീതിയുടെ ഫലം എന്ന് പറയുന്നത് സൗമ്യത, ദീർഘക്ഷമ, ഇതെല്ലാം നീതിയുടെ ഫലമാ. അതിൽ ഏറ്റവും വലിയ ഫലമാ ബോൾഡ്നെസ്. അതാണ് സദൃശവാക്യം 28 എന്ന് പറയുന്നത്. ദ റൈച്ചസ് ആർ ബോൾഡ് ആസ് എ ലയൺ. ഒരു സിംഹത്തെ പോലെ ബോൾഡ്. സിംഹം വലിയ ജീവിയൊന്നുമില്ല, പക്ഷേ തന്റെ നടപ്പും തന്റെ ഭാവം കണ്ടാൽ ബാക്കി എല്ലാ ജീവികളും പമ്മിസ്ഥലം വിടുകയാണ്. തന്റെ സൈസിനേക്കാളും വലിയ സൈസുള്ള ഇഷ്ടം പോലെ ജീവിയുണ്ട്. പക്ഷെ സിംഹം എന്ന് പറയുന്നത് വരുമ്പം അതിന്റെ മാജസ്റ്റി വേറെ. അതുകൊണ്ടാണ് ഈ കെരൂബുകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ സിംഹം, 3-4 ആനിമൽസിനെ എപ്പോഴും ദൈവം റെഫർ ചെയ്യുന്നത്. ഒന്ന് എന്നാ പറയേണ്ടത്,
സിംഹമാണ്, 2 ഈകള്, 3 വൈൽഡ് ഡോഗ്സാ, 4 മനുഷ്യനാ. ഇറ്റ്സ് ഓൾ പവർഫുൾ. സോ ഹിയർ നോക്കിക്കേ, ആൻഡ് I pray that your love may be abound still more. അപ്പോൾ നീതിയുടെ ഫലം എന്തൊക്കെയാ നോക്കിക്കേ. ലവ് മേ ബി അബൗണ്ട്. സ്നേഹം വർദ്ധിച്ചു വരുമ്പം കൊടുക്കും. നൗ റെയിൻഹാർഡ് ബോങ്കെ പറഞ്ഞൊരു വാക്കുണ്ട്, ഈവൻ ഇഫ് യു ഡോണ്ട് ലവ് യു ക്യാൻ ഗീവ്, ബട്ട് ഇറ്റ് ഈസ് ഇംപോസിബിൾ ദാറ്റ് യു ലവ് ആൻഡ് കനോട്ട് ഗീവ്. എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലെങ്കിലും കൊടുക്കുന്നവരുണ്ട്. അവരുടെ പേരിന് വേണ്ടി, അവർക്ക് നല്ല പ്രവൃത്തി ചെയ്ത ഗുണം കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കാറുണ്ട്. സ്നേഹമില്ലേലും കൊടുക്കാം, പക്ഷെ സ്നേഹമുള്ളവന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ ഇവിടെ നീതി പ്രവൃത്തി എന്തൊക്കെയാണെന്ന് എഴുതിയിരിക്കുക. Your love may be abound, knowledge and discernment, and that you may be approved in all things, and being filled with the fruit of righteousness, which are fruits of righteousness. ഒരു ഫ്രൂട്ട് അല്ല, fruits of righteousness, which are by Jesus Christ to the glory and praise of God the Father. എന്നിട്ടാണ് തനിക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു മറുപടി കൂടെ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ അവരുടെ ഒരു ചോദ്യം, ഫിലിപ്പിയ സഭ നിങ്ങൾക്കറിയാം, ഒരു വലിയ ഒരു കോളിളക്കത്തിലൂടെ വന്ന സഭയാണ്. ലുദിയയുടെ കൺവേർഷൻ വന്നു. അതുപോലെ തന്നെ ഒരു ഈ പ്രവചനം പോലെ സ്പിരിറ്റ് ഓഫ് ഡിവിനേഷന്റെ മലയാളം എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല. ഈ പ്രവചനം പോലെ തോന്നുന്നത് തന്നെ പറയുന്ന ഒരു സ്ത്രീ, ഇവർ രക്ഷയുടെ മാർഗം കാണിക്കുന്നവരെന്ന് പറഞ്ഞപ്പം പൗലോസ് അഭൂതത്തെ ശാസിച്ചു. അങ്ങനെ ഒരു കോളിളക്കത്തിലൂടെ ഇറങ്ങി വന്ന സഭയാണ്. അപ്പം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഒത്തിരി മിസ്റ്ററീസ് ഉണ്ട്. അതില് ഫിലിപ്പിയ സഭ ചോദിക്കുന്ന ഒരു ചോദ്യം, പൗലൂസേ, നീ പറഞ്ഞു വിശ്വാസത്തിൽ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാം ഓക്കെയാ, എല്ലാം ബെസ്റ്റാണ് എന്ന് പറഞ്ഞ്, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഷ്ടത്തിലും നീ ജയിലിലും. അതിന്റെ മറുപടി അതാണ് ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു മറുപടി ലേഖനം എഴുത്ത. അതാണ് ഈ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഞാൻ അറിയുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറയുമ്പം സുവിശേഷന്റെ വ്യാപ്തിക്ക് വേണ്ടി. നിങ്ങളുടെ ചോദ്യം എന്താ? എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞു. ഇതിനകത്ത് തന്നെയാ പൗലൂസ് പറയുന്ന പല മിസ്റ്ററീസ് ഇതിനകത്ത് പൗലൂസ് പറയുന്നുണ്ട്. പക്ഷെ ആദ്യമേ തന്നെ പറയാണ്, നിങ്ങൾ ചോദിച്ചല്ലോ, ഞങ്ങളെല്ലാം പ്രയാസത്തിലുവാ, നീ കാരാഗ്രഹത്തിലുവാ, മറുപടി പറ എന്ന് പറയുമ്പം പൗലൂസ് പറയാം, ഞാൻ ഇവിടെ വന്നത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമായി തീർന്നു. ഒരു യഥാർത്ഥമായ വിശ്വാസി തല ഉയർത്തിയേ നോക്കത്തുള്ളൂ, തല താഴ്ത്തി നോക്കത്തില്ല. നിങ്ങൾക്കറിയാം, ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലൂസും സീലാസും അവിടെ അവര് ആരാധിച്ചതും കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുകയും കാരാഗ്രഹ പ്രമാണി ഓടി വന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയും അങ്ങനെ ആ കാരാഗ്രഹത്തിലുള്ളവർ മുഴുവനും കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ പൗലൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ പറയാണ്, അത് എന്റെ ഈ അനുഭവം തിന്മയ്ക്കല്ല നന്മയ്ക്ക് വേണ്ടിയാണ്. തല ഉയർത്തി നോക്കിയാൽ കൊയ്ത്ത് കാണും, തല ഉയർത്തി നോക്കിയാൽ അനുഗ്രഹം കാണും. അവിടെ ഈ ലേഖനത്തിൽ തന്നെയാണ് എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. 2 പ്രധാനപ്പെട്ട പദങ്ങൾ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പൗലൂസ് പറയുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു,
പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ടായെന്നും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഞാൻ എന്നെ തന്നെ പറയാം, പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ആഞ്ഞയാന്നുള്ളതാണ് എൻ്റെ ദൗത്യം. കാരണം ഒരിക്കലും പിന്നിലുള്ളത് നോക്കിയാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു, റെയർ വ്യൂ മിറർ നോക്കി മുന്നോട്ട് ഓടിക്കാൻ പറ്റത്തില്ല. മുന്നോട്ട് നോക്കി ശ്രദ്ധയോടെ നടത്തിയില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പൗലോസ് പറയുന്നു. 2 ഒന്ന് ഞാൻ പഠിച്ചു. മാത്രമല്ല ഒരു വാഗ്ദത്തം കൂടെ ഇതിനകത്ത് പൗലോസ് പറയുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിന് തക്കവണ്ണം പരിപൂർണമായി തീർക്കും, പരിപൂർണമായി നിവർത്തിക്കും എന്ന് പറയുമ്പം he wraps it up in such a manner that you will be confident in Christ Jesus. എന്തൊക്കെ വന്നാലും നന്മ മാത്രമേ ജീവിതത്തിൽ വരുത്തുള്ളൂ. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സ് ആരൊക്കെ കാണാം. നാളെയും കർത്താവ് അനുവദിച്ച് വി വിൽ കണ്ടിന്യൂ ദിസ്. നമ്മുടെ മറക്കല്ല് നമ്മൾ ഇട്ടേച്ച് വന്നിരിക്കുന്നത് മത്തായി സുവിശേഷത്തിൽ ദൈവരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കും, ഞാൻ എൻ്റെ സഭ പണിയും, പാതാളഗോപുരം അതിനെ ജയിക്കത്തില്ല, നീ സ്വർഗത്തിൽ ഭൂമിയിൽ ബന്ധിക്കുന്ന സ്വർഗത്തിൽ ബന്ധിക്കും. അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാണ് ഇവിടെ വന്നത്. എങ്ങനെയാണ് ഈ താക്കോല് ലീഡ്സ് മീ ടു ബി പ്രോസ്പറസ് ഇൻ എവറിഥിങ്. അതാണ് നമ്മൾ അങ്ങോട്ട് എത്താനായിട്ടാണ് ഇന്ന് ഹോളി സ്പിരിറ്റ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയത്. സോ നമുക്ക് നോക്കാം. വേർ ഇസ് ഇറ്റ്? ഇന്ന് സെപ്റ്റംബർ 13 എൻ്റെ ലക്കി നമ്പറാണ്. ചിലർ 13-ാം തീയതി യാത്ര ചെയ്യാൻ പേടിക്കും. 13-ാം തീയതി എന്നൊക്കെ പറയുമ്പോൾ ഈ ചിലരൊക്കെ ഇതെല്ലാം ഈ സിനിമയും പലർക്കും ഭയങ്കര പേടിയാണ്. ഫ്രൈഡേ 13th എന്നൊക്കെ പറയുന്നത്. എല്ലാ ദിവസവും യേശു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം നാം തുള്ളി ചാടി യേശുവിൽ ആനന്ദിക്കുക. എല്ലാ ദിവസവും നല്ലതാണ്. ഒരു ദിവസവും മോശമല്ല, ഒരു സമയവും മോശമല്ല. കാരണം നിങ്ങൾ ക്രിസ്തു യേശുവിനോടുകൂടെ വേറൊരു സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്, സ്വർഗീയ സിസ്റ്റത്തിലേക്ക്. സോ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇന്ന് സെപ്റ്റംബർ 13-ാം തീയതി ആശീഷ് സാം തോമസ് സെലിബ്രേറ്റിംഗ് ഹിസ് ബർത്ത്ഡേ. അപ്പ ആൻഡ് അമ്മ ദുബായ്. ഗോഡ് ബ്ലെസ് യു ആശീഷ്. നാളെ കഴിഞ്ഞ് കർത്താവിനെ വെച്ചാൽ ആശീഷിനെ കാണാം. നമുക്കൊന്നിച്ച് കർത്താവായ യേശുവിനെ ആരാധിക്കാം. ശ്രീദേവി PK ഹെവൻലി ഫീസ്റ്റ് മഞ്ചേരി മലപ്പുറം. എവ്ലിൻ സേറ ആൽബിൻ ഹെവൻലി ഫീസ്റ്റ് പാല. നമുക്ക് ഈ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നതൊക്കെ സ്തോത്രം. ദൈവരാജ്യത്തിൽ അവർ വിതച്ചിരിക്കുന്നത് അങ്ങയുടെ കയ്യിലാണ് വിതച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന നിലയിൽ കർത്താവ് അനുഗ്രഹിക്കണം, നന്മകളെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കരുണയിൽ സൂക്ഷിക്കുന്നതൊക്കെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് യൂട്യൂബിൽ അനുഭവ് അർജുനൻ, ഷെറി തോമസ് മാമൻ, സീമ ഗീത ഗോപാൽ, ആലിസൺ ലോറൻസ്, തമ്പി വൈക്കം ആണ് 1 to 5. ഫേസ്ബുക്കിൽ ബിനു വിശ്വനാഥ്, തമ്പി വൈക്കം, പരിമൽ കൊല്ലം, തെൽമ സിസ്റ്റർ, സീമ ഗീത ഗോപാൽ. സീമ സിസ്റ്റർ ഒത്തിരി നാളായി ഇവിടെ കണ്ടിട്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്റ്റാർ അയച്ചത് ഗ്ലൂമൻ ജോർജ് 222, ജോ നിംറെ 123, ആനി തോമസ് 100, റീബ VK 100. ഞാൻ പരാതിയായിട്ട് പറയല്ല, പക്ഷെ ഷെയർ ഒക്കെ കുറയുന്നുണ്ട്. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണോ? മറ്റുള്ളവർക്ക് അയക്കണം. അത് നമ്മുടെ ദൗത്യം. അനേകർ ഇത് കേട്ട് അനുഗ്രഹിക്കപ്പെടണം. സോ മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം പേര് അറിയട്ടെ യേശു നല്ലവനാണെന്ന്. സോ പ്രധാനമായ ഇന്ന് ഞാൻ അന്യഭാഷയിൽ തൽക്കാലം കയറുന്നില്ലെന്നേ ഉള്ളൂ. കർത്താവ് അനുവദിച്ച് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ I will be joining the night prayer. ഇന്ന് എടപ്പള്ളിയിൽ നമ്മുടെ സെൻട്രലിൽ ഇപ്പോൾ അവിടെ നൈറ്റ് പ്രെയർ ആരംഭിച്ചു. ചുറ്റും ഉള്ള ദേശത്തു നിന്നുള്ളവർ എല്ലാവർക്കും യു ആർ വെൽക്കം ടു കം ആൻഡ് അറ്റൻഡ്.
എന്നാ അതുകൊണ്ട് തന്നെ എടപ്പള്ളിയിൽ അത് രാവിലെ വരെ എല്ലാവരോടും ഒന്നിച്ച് ചേർന്ന് ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. സോ ഇന്ന് രാത്രി 9 മണിക്ക് അത് ആരംഭിച്ചു കഴിഞ്ഞു. കോട്ടയത്ത് വാഹന സൗകര്യമുള്ളവർക്ക് വരാം. കോട്ടയം ചുറ്റുമുള്ളവർക്ക് തോമസ് ബ്രദർ അവിടെ ഉണ്ട്. 2 സ്ഥലങ്ങളിലും ഒരു എന്നാ പറയുന്നത്, സ്റ്ററിങ് അപ്പ് ദ ഫയർ ഓഫ് ഗോഡ്. കേരള അനുഗ്രഹിക്കപ്പെടണം, ഭാരതം അനുഗ്രഹിക്കപ്പെടണം. ഭാരതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സോ ഇന്ന് ജോലിക്ക് പോകുന്നവർ ധൈര്യത്തോടെ പോകണം. കിടന്നുറങ്ങാൻ പോകുന്നവർ സുഖമായി കിടന്നുറങ്ങണം. നാളെ കഴിഞ്ഞ് മറക്കല്ല്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ദുബായിലും ഈ ചുറ്റുവയലൊക്കെ ഉണ്ടെങ്കിൽ സഭായോഗത്തിൽ ഒന്നിച്ച് നമുക്ക് കൂടുകയും ഭക്ഷണം കഴിക്കുകയും കർത്താവിൻ്റെ മഹത്വം എടുത്തുകയും ചെയ്യാം. നാളെ വൈകുന്നേരം വീണ്ടും നമുക്ക് ഇന്നർ ചേംബറിൽ ഒന്നിച്ചു കൂടാം. ഗോഡ് ബ്ലെസ് യു. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. ജീവൻ കൊടുത്തു എന്നെ സ്നേഹിച്ചവനെ ഞാൻ ജീവനേക്കാളേറെ സ്നേഹിച്ചാൽ പോരായേ. അതിനേക്കാളെന്തു ഞാൻ നൽകിയിടും എൻ പ്രേമകാന്തന്.